സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം കായംകുളത്ത് വയോധികയെ ജീവനോടെ കായലിൽ കെട്ടിത്താഴ്ത്തി മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി പിടിയിൽ. ആറാട്ടുപുഴ പടിഞ്ഞാറേക്കരയിൽ നിന്ന് കനകക്കുന്നിൽ താമസമാക്കിയ പ്രകാശനാണ് പിടിയിലായത്. പോലീസ് നിരീക്ഷണത്തിലായിരുന്ന പ്രകാശൻ തങ്കമ്മയുടെ സ്വർണം വിറ്റതിന്റെ സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുതുക്കുളം കനകക്കുന്ന് സാധുപുരത്ത് തെക്കേതിൽ തങ്കമ്മയുടെ മൃതദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ കായലിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന തങ്കമ്മയെ തിങ്കളാഴ്ച മുതൽ കാണാനില്ലെന്ന് കാട്ടി മകൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിൽ ചൊവ്വാഴ്ച മത്സ്യത്തൊഴിലാളികളാണ് വിവസ്ത്രാക്കപ്പെട്ട നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. മൃതദേഹം താഴ്ന്നുകിടക്കാൻ കഴുത്തിൽ കല്ലുകെട്ടിയ നിലയിലായിരുന്നു. പ്രതിയായ പ്രകാശൻ തിങ്കളാഴ്ച രാവിലെ ഗ്യാസ് സിലിണ്ടർ റിപ്പയർ ചെയ്യാൻ തങ്കമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. നാട്ടുകാരായ പലരെയും നിരീക്ഷിച്ച കൂട്ടത്തിൽ പ്രകാശന്റെ നീക്കങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. കവർന്ന സ്വർണം പ്രകാശൻ വിറ്റതിന്റെ സൂചനകൾ ലഭിച്ചതോടെ പ്രകാശനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. സ്വർണവും പണവും കവരാനായി പദ്ധതി തയ്യാറാക്കിയെത്തി കവർച്ചയ്ക്ക് പിന്നാലെ തങ്കമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. തങ്കമ്മയെ ജീവനോടെയാണ് കായലിൽ കെട്ടിത്താഴ്ത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തലയ്ക്കു പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നെങ്കിലും കായലിലെ വെള്ളം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു കേസ് അന്വേഷണം. പ്രകാശനൊപ്പം സഹായികൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആറാട്ടുപുഴ പടിഞ്ഞാറേക്കര കള്ളിക്കാട് സ്വദേശിയായ പ്രകാശൻ 2 വർഷം മുൻപാണ് കനകക്കുന്നിൽ താമസമാക്കിയത്. ജനം, ആലപ്പുഴ.